ഇവിടെ ഇപ്പോൾ മോഹൻ വർഗീസ് നോക്കൂ, ട്രംപ് ചൈനയോട് മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടാണ് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായി മറ്റു രാഷ്ട്രങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ് ട്രംപ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു പരിധിവരെ അതിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചൈന കൂടുതൽ ശക്തമായി അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ പല ഘട്ടത്തിലും ട്രംപ് പിൻവലിയുന്നത് നമ്മൾ കണ്ടതാണ്. ഈ താരിഫ് ഭീഷണിയിൽ നിന്ന് പോലും ട്രംപ് ഇത്രയും ഏർപ്പെടുത്തുമെന്ന് പറയുന്നു, പിന്നീട് ട്രംപ് തന്നെ അതിനോട് പിൻവലിയുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ചൈനയെ ബുദ്ധിമുട്ടിക്കാനായി ട്രംപ് കൊണ്ടുവന്ന പല പദ്ധതികളും അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുന്നു, അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിപൂർവ്വമായി ചൈന അതിനെ മറികടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ ഈ അപൂർവ ലോഹങ്ങളുടെ കയറ്റുമതിക്ക് മേലുള്ള നിയന്ത്രണം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പ് ട്രംപിന് നൽകി തന്നെയാണ് ഷീ ജിൻപിങ് ഈ കൂടിക്കാഴ്ചയിലേക്ക് എത്തുന്നത് പോലും. അപ്പോൾ ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ അത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകളുണ്ട്, അല്ലെങ്കിൽ പരസ്പരം യുദ്ധം ചെയ്ത് രണ്ടുപേർക്കും അവരുടെ കഴിവ് തെളിയിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ ആ ഘട്ടങ്ങളിൽ പലപ്പോഴും ലോക വിപണിയിൽ ഈ തർക്കം രൂക്ഷമാകുന്നു എന്ന് കാണുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓഹരി വിപണികൾ ഇടിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വ്യാപാര കാര്യങ്ങളിൽ ഒരു പരിധിവരെ സഹകരിച്ച് ഇരു രാഷ്ട്രങ്ങളും മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്ന് വേണം മനസ്സിലാകാൻ. ട്രംപിന്റെ വാക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ, പൂർണ്ണമായും വിശ്വസിക്കുകയാണെങ്കിൽ, അത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക്, ലോക രാഷ്ട്രങ്ങൾക്കും ഒരു പരിധിവരെ അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമോ? ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകുന്നില്ല, മറിച്ച് വ്യാപാര കാര്യത്തിൽ കൂടുതൽ സഹകരണം എന്ന് വരുമ്പോൾ രേണുക, ക്ലാഷ് ഓഫ് ദ ടൈറ്റൻസ് എന്നാണ് ഒരുപക്ഷെ ഈ 30 ട്രില്യൺ ഇക്കോണമിയായ അമേരിക്കയുടെയും 19 ട്രില്യൺ ഇക്കോണമിയായ ചൈനയുടെയും തമ്മിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തെ നിരീക്ഷകർ വിശകലനം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ആകമാന ഒരു സാമ്പത്തിക അവസ്ഥ തന്നെ അട്ടിമറിക്കത്തക്ക രീതിയിൽ ഈ യുദ്ധം, വ്യാപാര യുദ്ധം ട്രംപ് തുടങ്ങിവെച്ച്, ചൈനയല്ലല്ലോ തുടങ്ങി വെക്കുന്നത്, അത് ജോസഫ് ആൻ്റണി സാറ് പറഞ്ഞ കൃത്യമാണ്. അമേരിക്ക തുടങ്ങിവെച്ച, ട്രംപ് എന്ന വ്യക്തി തൻ്റെ ആദ്യ ഊഴത്തിൽ തുടങ്ങിവെച്ച വ്യാപാര യുദ്ധം അതൊരു അസ്വീകാര്യമായ ലെവലിലെത്തിയിരിക്കുന്നു. നോക്കൂ, രേണുക ഇവിടെ സൂചിപ്പിച്ച ലോക ഓഹരി വിപണി അത് വളരെ ജിറ്ററിയാണ്. കാരണം എങ്ങനെയാണ് ഈ ഗ്ലോബൽ ക്യാപിറ്റൽ എവിടെ നിന്ന് എവിടേക്കാണ് ഒഴുകേണ്ടത് എന്നതിന് കൃത്യമായ ദിശാബോധം നഷ്ടപ്പെടുകയാണ്. ചൈനയെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായി കാണാമോ, അതോ വെൽത്ത് തിരിച്ചൊഴുകുമോ, ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ടാണ് ഗോൾഡിൻ്റെ വില, ലോക വിപണികളിൽ സ്വർണത്തിൻ്റെ വില വളരെ വലിയ തോതിൽ വർദ്ധിക്കാനുണ്ടായ കാരണം കഴിഞ്ഞ 4-5 മാസമായി ഈ അനിശ്ചിതത്വമാണ്. അപ്പോൾ ട്രഷറി ബോണ്ടുകൾ സംബന്ധിച്ച് അനിശ്ചിതത്വമുണ്ട്, ഈ ഫെഡറൽ റിസർവ്സ് പലിശ നിരക്കുകൾ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വമുണ്ട്, ഈ കറൻസിയുടെ വാല്യൂ, ഡോളറിൻ്റെ തന്നെ വാല്യൂ ഇവിടേക്ക് എത്തി നിൽക്കും, ഇതിനെക്കുറിച്ച് സംശയമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് ലോകം മാറി ചിന്തിച്ചതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം വരുന്നത് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഏതാണ്ടൊരു ചെറിയ ധാരണയിലെത്തിയതായി വരുന്നത്. അതിന് തൊട്ട് മുമ്പ് സ്വർണ്ണവില വീണ്ടും കുതിച്ചു വരുന്നത് കണ്ടു. ഏതാനും ദിവസങ്ങൾ കറക്ഷൻ പാത്തിലായിരുന്ന സ്വർണ്ണവില വീണ്ടും കുതിച്ചു വരുന്നത്. റിസർവ് പലിശ കുറയ്ക്കുകയും ചെയ്തു. പലിശ നിരക്ക് ഫെഡറൽ റിസർവ് 2.25% പലിശ നിരക്ക് കുറയ്ക്കുകയും ചെയ്തു. എന്നിട്ട് പോലും ആ രീതിയിലുള്ള ചലനങ്ങൾ ഓഹരി വിപണിയിൽ പോസിറ്റീവായി ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അനിശ്ചിതത്വത്തിൻ്റെ കാർമേഘങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ജിയോ ഇക്കണോമിക്സിൽ ആവശ്യത്തിൽ അധികം ശ്രദ്ധ ചെലുത്തുന്ന അമേരിക്കയ്ക്ക് ആത്യന്തികമായി ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റിയിലേക്ക് വരേണ്ടി വരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അവിടെ പരിഗണിക്കേണ്ടി വരും. അമേരിക്കയ്ക്കുള്ള ചൈന പോളിസിയിൽ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള, പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ചൈന പോളിസി സാധ്യമല്ല എന്നാണ് എക്കാലത്തും ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അതിന് ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇന്ത്യ ഒരു 4.1 ട്രില്യൺ ഇക്കോണമി മാത്രമായിരിക്കാം, ചൈനയുടെ 19 ട്രില്യനേക്കാൾ വളരെ താഴെയാണ്. പക്ഷേ ഭാവി വളർച്ചാ സാധ്യത കൂടി പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് വലിയ ആശങ്കകൾ അമേരിക്കയ്ക്കുണ്ട്. പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ അത് പോകും. അതുകൊണ്ടാണ് ഒരു ബാലൻസിങ് ആക്ട്, ബ്ലോയിറ്റ് ഹോട്ട് ആൻഡ് ബ്ലോയിറ്റ് കോൾഡ്, ഈ രീതിയിലാണ്. നോക്കൂ, ഞാൻ 1-2 ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന, ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ വന്ന 1-2 തീരുമാനങ്ങൾ, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന തീരുമാനങ്ങൾ. അതിൽ ഒന്ന്, ഇറാനിലെ ചബഹാർ തുറമുഖത്ത് ഇന്ത്യയുടെ സഹായത്തോടു കൂടി പണിത ആ തുറമുഖം, അതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് കൊണ്ടുവന്ന ഉപരോധം, അല്ലെങ്കിൽ ഇറാനെതിരെ 2018 മുതലുള്ള ഉപരോധം തുടരുമ്പോഴും ചബഹാർ വാസ് ഇൻസുലേറ്റഡ്. പക്ഷേ ആ ഇൻസുലേറ്റഡ് ലിസ്റ്റിൽ നിന്നും, ആ ഉപരോധത്തിൻ്റെ ഇൻസുലേഷനിൽ നിന്നും മാറി കഴിഞ്ഞ 2 മാസമായി ചബഹാറിനെതിരെയും ഉപരോധമാണ്. ആ ഉപരോധം
ഈ ജനുവരി 2026 ജനുവരി വരെയെങ്കിലും നീക്കുന്നതായ പ്രഖ്യാപനം ഇന്ത്യയെ കൂടെ ചേർത്ത് പിടിക്കുന്ന പ്രലോഭിപ്പിക്കുന്ന ഒരു നിലപാടായി കാണാം. സമാന്തരമായി തൊട്ട് കിഴക്ക് പാകിസ്ഥാനിൽ, അതായത് ഇത് സിസ്റ്റേൺ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ്, ഇറാനിലാണ് തുറമുഖം. ഇവിടെ പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാൻ്റെ തുറമുഖമായ പസ്നി തുറമുഖം, പുതിയതായി ഈ ഒരു ഫിഷിംഗ് ഹാർബറായിരുന്ന പസ്നിയിൽ പുതിയ ഒരു നാവികത്താവളം അമേരിക്കയുടെയും പാകിസ്ഥാൻ്റെയും സംയുക്ത ആതിഥേയത്തിൽ ഒരു നാവികത്താവളം വരാനുള്ള $1.2 ബില്യൺ പദ്ധതി പൈപ്പ് ലൈനിലാണ്. അത് ഏതാണ്ട് ക്രിസ്റ്റലൈസ് ചെയ്ത് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അസിം മുനീറിൻ്റെ, പാകിസ്ഥാൻ സൈനിക ജനറൽ അസിം മുനീർ നിരന്തരമായി അമേരിക്ക സന്ദർശനം നടത്തുന്നു. ഏതാണ്ട് 1-to-1 രീതിയിൽ തന്നെ പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സൈനിക നേതൃത്വവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി നേരിട്ടുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ചൈനയെ ഒരു പരിധിവരെ പാകിസ്ഥാൻ ഒഴിവാക്കി നിർത്തുകയും അല്ലെങ്കിൽ അമേരിക്കയും ചൈനയും ഒരുപോലെ കോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പാകിസ്ഥാൻ്റെ നയം, അവിടെ ഇന്ത്യയാണ് മറുപക്ഷത്തെന്ന് ഓർക്കണം. ഇറാൻ ഇന്ത്യ ബന്ധങ്ങൾ മെച്ചപ്പെട്ടിരിക്കുന്നു, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധങ്ങൾ മെച്ചപ്പെട്ടിരിക്കുന്നു, പാകിസ്ഥാൻ ഗെറ്റ് സാൻഡ്വിച്ച്. അപ്പം ഇതെല്ലാം ചേർത്ത് ഒരു കോംപ്രിഹെൻസീവായ ഒരു ജിയോ പൊളിറ്റിക്കൽ ആംഗിളിൽ മാത്രമേ ആത്യന്തികമായി അമേരിക്കയ്ക്ക് ആ പ്രദേശത്തെ കാണാനാവൂ. അതുകൊണ്ട് ചൈനയുമായൊരു ഡീൽ ഉണ്ടാക്കി എല്ലാം ഇവിടെ ഭദ്രം എന്ന് പറയുന്നതിനേക്കാൾ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൻ്റെ ഒരു റണ്ണപ്പിൽ വരുന്ന ഓരോ നാഴികക്കല്ലായി ചൈനയുമായിട്ടുള്ള ഇപ്പോഴത്തെ 10% നികുതി കുറച്ചുകൊണ്ട് വരുന്ന ആ ഒരു നടപടിയെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ ചൈനയുമായും അമേരിക്ക ബന്ധം ആഗ്രഹിക്കുന്നു. അത് പ്യോർലി വ്യാപാര ബന്ധമാണ്. ഒരു സ്ട്രാറ്റജിക് റൈവലാണ് ചൈന. അത് ആത്യന്തികമായി അങ്ങനെ തന്നെയാണ്. ഇന്ത്യ ഒരിക്കലും സ്ട്രാറ്റജിക് റൈവലല്ല, തന്ത്രപ്രധാനമായ ഒരു പങ്കാളി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ തന്ത്രപ്രധാനമായ പങ്കാളിയിൽ നിന്ന് ഇന്ത്യ ഇപ്പോൾ ശത്രുപക്ഷത്തേക്കായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയം തോന്നുന്ന ചില നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത് നീണ്ടുപോവുകയാണ്. അമേരിക്കയ്ക്ക് മറുപടിയുമായി പീയൂഷ് ഗോയലിന് രംഗത്ത് വരേണ്ടി വന്നു. ഭീഷണി മുനമ്പിൽ കരാർ ഒപ്പിടില്ല എന്ന് പറയേണ്ടി വന്നു. കൂടിക്കാഴ്ചകൾക്കുള്ള അവസരം, ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ബോധപൂർവമോ അല്ലാതെയോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ നിൽക്കുമ്പോഴാണ് വ്യാപാര തലത്തിലെങ്കിലും ട്രംപ് ഇപ്പോൾ ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇത് ഭീഷണിയാണോ, എന്ത് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നത് നമുക്ക് പരിശോധിക്കാം രണ്ടാം ഘട്ടത്തിൽ ഇടവേളയ്ക്ക് ശേഷം.